രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് ആഹ്വാനം ചെയ്ത നേതൃത്വത്തെ പരിഹസിച്ച് പാലക്കാട്ടെ ഡിസിസി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് നേതാവ് പി നന്ദബാലനാണ് നേതൃത്വത്തെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വീട്ടിൽ നിന്ന് പടിയടച്ചിട്ട് വേണം ഒന്ന് സംരക്ഷിക്കാൻ എന്നാണ് പോസ്റ്റ്. സസ്പെൻഷൻ നൽകിയതിനു ശേഷവും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് പരിഹാസം. ജംഷീർ കൊടിഞ്ഞി തുടരുന്നുണ്ട്. ജംഷീർ, പടിയടച്ച് വിട്ടിട്ട് വേണം ഒന്ന് സംരക്ഷിക്കാൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കാരണം ഏതൊരാളും ചിന്തിച്ചു പോകുന്നതാണ് ഒരു നടപടിയെടുത്ത ശേഷം വീണ്ടും സംരക്ഷിക്കുമെന്ന് പറയുന്നതിലെ യുക്തിയെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ പാലക്കാട്ടെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറിയുമാണ് പി നന്ദബാലൻ എന്നുള്ളത്. അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ്, ഒന്ന് വീട്ടിൽ നിന്ന് പടിയടിച്ചിട്ട് വേണം ഒന്ന് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. എന്നാൽ മറ്റൊരു വസ്തുത, ഇപ്പോൾ ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നതാണ്. ഈ പോസ്റ്റ് വലിയ തരത്തിൽ ചർച്ചയാകുന്നതും അത് പാർട്ടിക്ക് നേതൃത്വത്തിന് വലിയ തരത്തിൽ ക്ഷീണം ചെയ്യുകയും ചെയ്തു. മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പോസ്റ്റ് അല്പം മുമ്പ് ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചെങ്കിലും ഈ നിലപാടുള്ള ധാരാളം ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് തന്നെയുള്ള പല മുതിർന്ന നേതാക്കന്മാരും ഈ കോൺഗ്രസിന്, ഈ രാഹുലിന് സംരക്ഷണം നൽകുന്നു എന്ന് പലരും പരോക്ഷമായി തന്നെ രംഗത്ത് വരുന്നൊരു ഇദ്ദേഹത്തെ പോലെ വെളിയിൽ പറയുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട് ധാരാളം. അതായത് ഇത്തരത്തിൽ നടപടിയെടുക്കുമ്പോഴും പാർട്ടി അല്ലെങ്കിൽ നേതാക്കന്മാർ രാഹുലിന് പിന്തുണ നൽകുന്നു എന്നത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നു തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത്. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ ഈ പോസ്റ്റ് അല്പം മുമ്പ് പിൻവലിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു വസ്തുത. ജിൽസി.